ഹായ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ ഇന്ന് എവിടേക്ക് വന്നേക്കണം മോനോട്ടാ? നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഖുറാനിക് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആ സ്ഥലം നിൽക്കുന്ന സ്ഥലം അൽക്കവനീജിലാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളുമായി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാം. ഇതാണ് നമ്മുടെ ഖുറാനിക് പാർക്കിന്റെ എൻട്രി വരുന്നത്. നമ്മളിവിടെ പാർക്കിംഗ് ഫീസ് ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 എൻട്രി ഉണ്ട്. ഒന്ന് ഗ്ലാസ് ഖുറാനിക് പാർക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലാസ് ഹൗസിൻ്റെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പാർക്കിംഗ് ഫീസ് അതിനുള്ളിലേക്ക് എൻട്രി ഫീസ് വരുന്നത് 10 ദർഹമാണ്. ഓക്കെ, ഇതാണ് ഖുറാനിക് പാർക്കിന്റെ എൻട്രൻസ് കേട്ടോ. ഓക്കെ, എൻട്രൻസ് 2 ആണ് കേട്ടോ. ഇതാണ് എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. ഞങ്ങൾ എൻട്രൻസിനുള്ളിൽ കടക്കാൻ പോവാണ്. ഓക്കെ, ഖുറാനിക് പാർക്ക് ഇതിൻ്റെ പേര് കേട്ടോ. ഇത് ഖുറാനായിട്ട് എന്തെങ്കിലും ടച്ച് ആയിട്ടുള്ള പേരാണ്. അതിനെ പറ്റി കൂടുതൽ അറിയില്ല, അങ്ങനെ പറഞ്ഞ് കേൾക്കാണ്ട്. ഓക്കെ, നമ്മൾ ഈ എൻട്രൻസ് കടന്ന് വന്നു കഴിഞ്ഞ ശേഷം തന്നെ നമുക്കിവിടെ ഒരു മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ഫാമിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടതെന്ന് വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ഓരോ ഫാമിലേക്ക് പോകാനുള്ള വഴികൾ നമുക്ക് ഏരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇവിടെ ഒരു ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ അലൗഡല്ല. ഇതൊന്നും ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡല്ല. നമുക്ക് ഇതിനുള്ളിൽ കാണാനുള്ള രേഖ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ള ഇതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ഇതെന്താ ഫ്രൂട്ട്സും അങ്ങനെ വെജിറ്റബിൾ ആയിട്ട് ബന്ധമുള്ള എന്തൊക്കെ സംഭവങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ബാക്കി വഴിയെ കാണിക്കാം. ഇതാണ് നമ്മുടെ മിറാക്കിൾ കേവിനുള്ള എൻട്രൻസ്. നമ്മളിത് ജസ്റ്റ് ഒന്ന് കടക്കാൻ പോകണല്ലോ. നമ്മളിത് കടക്കാണ്. അപ്പോൾ ഇതിനുള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് പിന്നീട് പറയാം. നമുക്ക് ഇൻട്രഡക്ഷൻ തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിന് മുന്നേ കണ്ടത് കേട്ടോ. ഇത് മിറാക്കിൾ കേവിന്റെ ഉൾവശമാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് സെക്യൂരിറ്റി വരും. ഇതിൽ എഴുതിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ ഉൾവശത്തിനെ പറ്റിയിട്ട് ഇൻട്രൊഡക്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗൈഡ് വരും. അവർ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും ഇതിനെ പറ്റിയിട്ട്. അതിനാണ് അവിടെ കുറച്ച് പേര് പറ്റിയിരിക്കുന്നത്. ഇതൊരു ഗുഹയാണ്. അതിൽ നേരത്തെ പറഞ്ഞു മിറാക്കിൾ നമ്മൾ ഞങ്ങൾ കുറച്ച് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുറെ മെൻഷൻ ചെയ്തതാണ് ഇൻട്രൊഡക്ഷൻ. ഞങ്ങളങ്ങനെ മിറാക്കിൾ കേവിൻ്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റായി. അപ്പോൾ എക്സിറ്റിൻ്റെ വഴിയാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഇൻട്രഡക്ഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വഴി ഇതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി നമ്മൾ വന്ന് പോണത് ഗ്ലാസ് ഹൗസിലേക്കാണ് പോണത് കേട്ടോ. പിന്നെ ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയില്ല. നമ്മൾ എന്താണ് സംഭവിച്ചത് പറഞ്ഞിരുന്നു. അത് നമ്മൾ രണ്ടാളും ഉദ്ദേശിച്ച പക്ഷെ അങ്ങനെയല്ല. അവർക്ക് 5 ദർഹമാണ് ഈ മിറാക്കിൾ കേവിൻ്റെ ഉള്ളിൽ വരാം. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേറെ സ്ഥലം അതാണ് ഗ്ലാസ് ഹൗസ്. മിറാക്കിൾ കേവിലേക്ക് 5, ഗ്ലാസ് ഹൗസിലേക്ക് 5. അപ്പോൾ വർക്കത്തിന് 5 2 സ്ഥലം. ഇത് നമുക്കൊന്ന് കാണാനുള്ള സ്ഥലമാണ്. വന്നിരിക്കുന്നത് നമ്മുടെ ചുറ്റും ഇവിടെ ഈ ഈന്തപ്പനയുടെ ഫാമാണ് കാണുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഗ്ലാസ് ഹൗസ് കാണുന്നത് കേട്ടോ. നമ്മളപ്പോൾ ഗ്ലാസ് ഹൗസിലേക്ക് പോകേണ്ട വഴിയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇരിക്കുന്നത് ഈന്തപ്പനയുടെ ഒരു ഫാമാണ്.
ഫുള്ള് ഫാമാണ് ഈ 2 സൈഡിലും. വേറെ പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഇവിടെ കാണാനില്ല. ഈന്തപ്പന മാത്രമുള്ള ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്ലാസ് ഹൗസ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റർ ആയിട്ടില്ല, എൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പറയാം. ഈ ഗ്ലാസ് ഹൗസിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കയ്യിലത്തെ ടിക്കറ്റ് സെക്യൂരിറ്റിക്ക് മെൻഷൻ ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന എൻട്രൻസിൻ്റെ വഴി. നമ്മളിവിടെ എൻ്റർ ആവുന്ന സമയത്ത് കുറച്ച് ലിസ്റ്റ് കാണിച്ചിരുന്നു പ്ലാന്റ്സിനെ പറ്റിയിട്ട്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 1 തൊട്ട് 29 വരെയുള്ള ഈ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാൻ പറ്റില്ലെങ്കിലും കഴിയാവുന്ന പരമാവധി നമ്മൾ ഓരോന്നായിട്ട് അടുത്ത് വന്ന് കാണിക്കാം. ഓണത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു നടപ്പാലം പോലെയാണ്. നമ്മളത് മുകളിലേക്കാണ് ഈ നടപ്പാലം പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഈ നടപ്പാലം കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധനമല്ലോ. ഇവിടെ നമ്മളിപ്പോൾ കണ്ടത് ഇതൊക്കെ ചെടികൾ മാത്രം പറ്റുള്ള സ്ഥലമാണ്. ചെടികൾ മാത്രമല്ല ഇങ്ങനത്തെ വിവിധ തരം പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അല്ലേ ഓരോന്നിൻ്റെ പേര് അടുത്ത് കറക്റ്റ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാറില്ല. ആ മൊത്തം പ്ലാന്റ്സിൻ്റെ പേര് ഞാൻ മുന്നേ കാണിച്ചിരുന്നു. ആ ഓരോന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒലിവ് ട്രീ ആണ്. ഒലിവ് ട്രീ കണ്ടില്ലേ? അതിൻ്റെ ബോർഡാണ് വെച്ചിട്ടുള്ളത്. ഒലിവ് ട്രീൻ്റെ അടുത്തുള്ള ബോർഡ്. Okay. ഇപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ അടുത്തുള്ള സൈൻ ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ.